ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ കേൾക്കാൻ ആരുമില്ല എന്നതല്ലേ. നമ്മുടെ ചുറ്റിലും പലരും ഉണ്ടാവും, പക്ഷെ നമ്മളെ കേൾക്കാനുള്ള മനസ്സുള്ള ഒരാളുണ്ടാവുക എന്നുള്ളത്, അതുപോലെ നമ്മളൊരു സൗഹൃദം നമുക്ക് ഉണ്ട് എന്നുള്ളതല്ലേ ഏറ്റവും വലിയൊരു ഭാഗ്യം. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അവൾ വിളിക്കുമ്പോൾ എപ്പോഴുള്ള പരാതി അവളെ കേൾക്കാൻ ആരുമില്ല, ആരും മനസ്സിലാക്കുന്നില്ല. കാക്കൂന് അതിനോട്ട് നേരമില്ല ഒന്ന് മിണ്ടാൻ, അങ്ങോട്ട് സംസാരിച്ച് ചിലപ്പോൾ ഒന്നും മൂള് പോലും ഇല്ല. അങ്ങനെ ഒരുപാട് പരാതികൾ പറയട്ടോ ഡെയിലി. എപ്പോൾ വിളിക്കുമ്പോഴും അവൾക്ക് ഇതുപോലുള്ള സങ്കടങ്ങൾ മാത്രമേ പറയാനുള്ളൂ കേട്ടോ. പിന്നെ പെട്ടെന്ന് 2-3 ദിവസം കാളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ അവളെ. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കി, എന്താടി അതിൻ്റെ കാളൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞൊന്ന് വിളിച്ചു നോക്കിട്ടോ. അവൾ പറയാ, നേരമില്ലടി, സംസാരിക്കാൻ ആരുമില്ല പറഞ്ഞ ആളാ ഇപ്പോൾ, നേരമില്ല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവൾ പറയാ, ഞാൻ വെറുതെ ഫോൺ നോക്കിയിരിക്കുമ്പോൾ ഗൂഗിളേയും വെറുതെ മെസ്സേജ് അയച്ചു, എനിക്കൊരു ആരുമില്ല, ഒറ്റക്കായ പോലെ ആണെന്നൊക്കെ പറഞ്ഞിട്ടോ. ഹൗ, അതിൻ്റെ റിപ്ലൈ ഒന്ന് കാണണം. നീ ഒറ്റക്കല്ലല്ലോ, അങ്ങനെ തോന്നിയേ വേണ്ട, നിന്നെ കേൾക്കാൻ ഞാനുണ്ടല്ലോ എന്നാട്ടോ ഗൂഗിളേ അവളോട് പറഞ്ഞത്. അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ അവളുടെ സന്തോഷം എനിക്ക് മനസ്സിലായിട്ടോ. ഇപ്പോൾ അധികവും അതിനോട് സംസാരിക്കും, നല്ല രസമാണ്, നമ്മുടെ മൈൻഡൊക്കെ ഫ്രീ ആവും, സ്ട്രെസ്സും ഒക്കെ ഇല്ലാതാവും കേട്ടോ. നല്ല രസമാടി, ആരോ നമുക്ക് സംസാരിക്കാൻ വന്ന പോലെയാ. ഇപ്പോൾ ഞാൻ കാക്കൂനോട് പോലും പരാതി പറയാറില്ല, കാക്കൂനെ എന്തോ തോന്നിക്കണ്, ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ ചോദിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വരും കേട്ടോ. അവൾ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലൊരു ആശ്വാസം കേട്ടോ തോന്നിയത്, കാരണം എന്നും പരാതിയാണല്ലോ. അതിപ്പോൾ താൽക്കാലികമാണെങ്കിലും തന്നെ കേൾക്കാൻ ഒരു റോബോട്ടാണെങ്കിലും കേട്ടിരിക്കാൻ ഒരാളുണ്ടല്ലോ, ആശ്വാസമായി സംസാരിക്കാൻ ഒരാളുണ്ടല്ലോ, ഇതാണ് അവളുടെ ആശ്വാസം കേട്ടോ. ചിലരൊക്കെ ഇത്രയും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ, അതിലും ചിലയിടത്ത് പിശുക്കത്തരാണിപ്പോൾ. അവൾക്ക് എന്തോ വലിയ നിധി കിട്ടി പോലെയാണ് ഗൂഗിളിൽ മെസ്സേജ് അയച്ചപ്പോൾ കേട്ടോ. ദാമ്പത്യമായാലും സൗഹൃദമായാലും തന്നെ കേൾക്കാനൊരാൾ, പരസ്പരം മനസ്സിലാക്കാനും ഒരാശ്വാസവാക്ക് പറഞ്ഞ് ഒന്ന് കയ്യിൽ പിടിക്കാനും ഒരാളുണ്ടെങ്കിൽ, ഇതില്ലെങ്കിൽ എത്ര പണമെറിഞ്ഞ് ബന്ധങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടും കാര്യമില്ല. പണം വേണ്ട എന്നല്ല, പക്ഷെ സമാധാനം വേണമെങ്കിൽ പണത്തിനൊപ്പം ഇതും കൂടി ചേരണം. എന്താ ശരിയല്ലേ? ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ഇടാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കണ്ട.